നമ്മൾ പാർട്ടി ഓഫീസിൽ നിന്ന് കയറി വരുന്ന അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സീതാറാം യെച്ചൂരി, മാധ്യമപ്രവർത്തകരെ തോളിൽ തട്ടുന്ന, ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കുശലം പറഞ്ഞു പോകുന്ന യെച്ചൂരി, അങ്ങനെ ഒരു യെച്ചൂരിയെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കുറേ കാലമായിട്ട് ആ കാഴ്ചയായിരുന്നു. പിന്നെ കുറച്ച് കാലമായിട്ട് അതൊന്നും ഒരു വാർത്തയല്ലാതെയായി. അപ്പോൾ യെച്ചൂരി മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാകുന്നത് മസിൽ പിടിക്കാത്ത നേതാവാണ്. ഇന്ന് തോമസ് ഐസക് പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് എപ്പോഴും ഒരു ബലം പിടിച്ച് നിൽക്കണമെന്നും ഒരു ഗൗരവത്തിലേ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നും ഒരു അലിഖിത നിയമം എവിടെയോ ഉണ്ട്. എല്ലാവർക്കും ഒരേ ഭാവം പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു യെച്ചൂരി. അത് അദ്ദേഹത്തിൻ്റെ സൗഹൃദം എന്നുള്ളത്, പഠനകാലത്ത് മുതലുള്ള സൗഹൃദം എന്നുള്ളത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ BJPയെയും RSSനെയും പൂർണ്ണമായും എതിർത്തുകൊണ്ട് നിൽക്കുമ്പോഴും അവിടെ നിന്നുമുണ്ട് അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിശാലമായ സൗഹൃദമുള്ള ഒരു നേതാവായിരുന്നു. ജെയ്റ്റ്ലിയൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് തോമസ് ഐസക് സംസാരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിശാലമായ സൗഹൃദം, അത് എല്ലാ കാലത്തും അത് തുടരുന്ന സൗഹൃദം, അത് ആ കാലത്ത് അത് അവിടെ അവസാനിച്ചു, അങ്ങനെയല്ല, ഈ അവസാന കാലം വരെ എല്ലാവരുമായിട്ട് സൗഹൃദം, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പ്രായോഗികമതിയാണ് ഒരു തരത്തിൽ. അതേസമയം പ്രത്യയശാസ്ത്രപരമായ നിലപാടിൽ നിന്നും കടുകിട വ്യത്യാസമില്ല, കണിശതയുമുണ്ട്, അതേസമയം പ്രായോഗികമതിയും. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരുപക്ഷെ പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMന് എന്താണ് ഈ ദേശീയ തലത്തിൽ പ്രസക്തി എന്നൊക്കെ പരിഹസിച്ച ആളുകൾ ചോദിക്കുമ്പോൾ വളരെ പ്രസക്തിയുള്ളൊരു പാർട്ടിയാണെന്നും വളരെ പ്രസക്തിയുള്ളൊരു നേതാവാണ് എന്നും സ്വയം തെളിയിച്ച നേതാവാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രധാനമാണ് എന്ന് കരുതുന്നവരാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ പോലും പ്രധാന പങ്ക് വഹിച്ച നേതാവ്. അപ്പോൾ അങ്ങനെയാണ് അത് സോണിയാഗാന്ധി ആയാലും അതെ, രാഹുൽ ഗാന്ധി ആയാലും ഒരു അടുത്ത സുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുകയും ആ നിലയ്ക്ക് പറയുകയും ചെയ്തൊരു വ്യക്തിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. UPA കാലത്ത് ഒരുപക്ഷെ പ്രകാശ് കാരാട്ടിൻ്റെ സ്ഥാനത്ത് ആ സമയത്ത് യെച്ചൂരി ആയിരുന്നെങ്കിൽ പിന്തുണ പിൻവലിക്കില്ലായിരുന്നു, അങ്ങനെ തീരുമാനത്തിലേക്ക് പോകുകയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ CPMൻ്റെ ഒരു സ്റ്റേച്ചർ ഇങ്ങനെ ആയിരിക്കില്ല എന്നുകൂടി വിലയിരുത്തുന്നവരുണ്ട്. അപ്പോൾ ഇതാണോ കമ്മ്യൂണിസ്റ്റ് ശൈലി എന്ന് ചോദിക്കാം. പക്ഷേ അപ്പുറത്ത് നമ്മൾ ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് ആരെയാണ് എന്ന കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട്, നല്ല ക്ലാരിറ്റിയുണ്ട്. അപ്പോൾ അതിൽ ഐക്യപ്പെടാവുന്നവരുമായി ഐക്യപ്പെടുക, മതേതര ജനാധിപത്യ സഖ്യം, ആ സഖ്യം എന്നുള്ളത് പുറമേ നിന്നുള്ള സഖ്യം എന്നുള്ളതാണല്ലോ പാർട്ടി തീരുമാനിച്ചിരുന്ന നിലപാട്. അങ്ങനെയല്ല, ചില സമയത്ത് ഒരുമിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കാലത്ത് ഒരുമിച്ച് തന്നെ പോരാടേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടത്. അതുകൊണ്ട് എന്താണ്, രാജസ്ഥാനിൽ ഒരു സീറ്റ് കിട്ടി, തമിഴ്നാട്ടിൽ 2 സീറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ബസവ പുന്നയെ കൊണ്ടുവരുന്നു, പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് EMS കൊണ്ടുവരുന്നു. അതൊക്കെ ആദ്യം ക്ഷണിതാവൊക്കെ ആയിരുന്നു. ഈ കാരാട്ടും യെച്ചൂരിയും ഒരേ സമയത്ത് സമകാലീനരാണ്. പക്ഷെ രണ്ടുപേരുടെയും രീതികളിലും വ്യത്യാസമുണ്ട്, പാർട്ടി സമീപനങ്ങളിലും വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്ന സ്വീകാര്യനായ നേതാവ്, മറ്റേത് പക്ക കമ്മ്യൂണിസ്റ്റ് നേതാവ്. ആ നിലയ്ക്ക് അവർ വ്യത്യസ്തരുമാണ്. പക്ഷേ അതേസമയം അവർക്കിടയിൽ വലിയ സൗഹൃദവുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ വിവക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ കാലത്ത് ഇങ്ങനെയൊരു നേതാവ് അനിവാര്യമായിരുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ തലത്തിൽ നിലനിൽക്കാൻ ഇങ്ങനൊരു നേതാവ് അനിവാര്യമായിരുന്നു. ഇനി ഇങ്ങനെ ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയുന്നു ഇനി ഇങ്ങനൊരു നേതാവില്ല എന്ന്. അപ്പോൾ പാർട്ടിയുടെ പ്രസക്തി കൂടി വർദ്ധിപ്പിച്ച് ദേശീയ തലത്തിൽ ആ രൂപത്തിൽ പാർട്ടി കൊണ്ടുവന്ന നേതാവാണ്. ഇനി ഇങ്ങനെയൊരു നേതാവില്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. പക്ഷേ അദ്ദേഹം ഒരു പാത വെട്ടിത്തെളിച്ചിട്ടുണ്ട്. അതിലൂടെ പോയാൽ പാർട്ടിക്ക് മുന്നോട്ടുള്ള പ്രായോഗികത എന്ന് പറയുന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ, അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് എന്തിനെയാണ് നമ്മൾ നേരിടേണ്ടത്, അതിനെ നേരിടുമ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ വേണം, അതിനെ ഓരോ പ്രാദേശിക സ്ഥലങ്ങളിൽ വെച്ച് വെട്ടിമാറ്റി നമ്മൾ ഇവിടെ വേറെ രൂപത്തിൽ അങ്ങനെയാണോ അതിനെ കാണേണ്ടത് എന്നൊക്കെയുള്ള വിഷയമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു യെച്ചൂരിയെ നമ്മൾ കേരളത്തിലെ കാര്യത്തിൽ കൂടി ഓർക്കേണ്ടതുണ്ട്. വിഭാഗീയതര കാലത്ത്, പിണറായി VS കാലത്ത് VSനൊപ്പം നിൽക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് അപ്പുറത്ത് ഔദ്യോഗിക പക്ഷത്തിന് ഒരു എതിർപ്പ് കൂടി ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. പക്ഷേ ആ സമയത്ത് നോക്കൂ, VSനെ ഒരു കുട്ടിയെ കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കുകയും പല സമയത്തും പിണങ്ങി മാറി നിൽക്കുന്ന VSനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ചു കൊണ്ടുവരും. എത്ര ദൃശ്യങ്ങൾ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. പിന്നീട് രണ്ടുപേരും വലിയ രീതിയിൽ തിരുത്തുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് തിരുത്തുന്നത്? 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് VSനെ മുൻനിർത്തി പ്രചാരണം നടത്തുന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച വരുന്നു. പിണറായി ആണോ VS ആണോ? അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും കൂടി ഇരുത്തിക്കൊണ്ട് പിണറായി മുഖ്യമന്ത്രി എന്ന് പറയുന്നു, കേരളത്തിൻ്റെ കാസ്ട്രോ എന്ന് പറയുന്നു. പിണക്കമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം അതൊക്കെ ഇവർ തമ്മിലുള്ള സംസാരം കണ്ടിട്ടില്ലേ, ചെവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഏത് ഭാഷയിലാണ് അവർ സംവദിക്കുന്നത് അറിയില്ല. പക്ഷേ അവർക്കിടയിൽ പക്ഷേ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഒരു ഭയങ്കര രസകരമായ കാഴ്ചയായിരുന്നു. വിഭാഗീയത എന്നുള്ള ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുമ്പോഴും യെച്ചൂരി അങ്ങനെയൊക്കെയാണ് കേരളം ഓർക്കുന്നത് എനിക്ക് തോന്നുന്നു. Meet the editors.